നമ്മേ നിങ്ങൾ വരാൻ വേണ്ടി കാത്തുന്നതാണ് നമ്മളെ പച്ചക്കറി വിളവെടുക്കാൻ. പോവാ. അമ്മ അങ്ങനെ പുറത്തൊന്നും അങ്ങനെ ഇറങ്ങലേ ഇല്ല. ഇന്ന് അമ്മേനെയും കൂട്ടിട്ട് കുറച്ച് നമ്മളെ കൃഷിത്തോട്ടത്തിലെല്ലാം ചെറിയൊരു അടുക്കളത്തോട്ടം, കൃഷിത്തോട്ടം എന്നൊന്നും പറയാൻ പറ്റൂല, ചെറിയൊരു അടുക്കളത്തോട്ടം ലേഖമ്മേന്റെ. അപ്പൊ അമ്മേനെയും കൂട്ടി ചെറുങ്ങനെ അമ്മക്കും ഒരു പുറത്തെല്ലാം ഇറങ്ങി ഒരു പച്ചപ്പെല്ലാം കാണാം. വാ. അതെല്ലാം നമുക്ക് പിന്നെ വാങ്ങാം. മെല്ലെ ഇറങ്ങണേ. അമ്മേനെ നമ്മ പുറത്തങ്ങനെ കൂട്ടിയിട്ട് പോയില്ല കേട്ടാ. മുമ്പ് ഒരിക്കൽ ഇടാട്ടെന്ന് അമ്മ ഇങ്ങനെ പുറത്തേക്ക് നടന്നിട്ടാകുമ്പോ എന്തോ ഒരു കമ്പ് കൊണ്ടിട്ട് അതാന്ന് പൊട്ടി പുണ്ണായിട്ട് നല്ലോണായിന് അല്ലേ, വെരിക്കോസിന്റെ ഉണ്ടായോണ്ട്. അതുകൊണ്ട് പുറത്തേക്ക് ഈക്കാൻ ഭയങ്കര പേടിയത്. അറിയിടുമ്പോ കുറ്റിക്ക് കാല് തറച്ചത് പിന്നെ എന്റെ പണ്ടാര കഴിഞ്ഞു കാല് കൊട്ടി. ഇപ്പൊ എല്ലാം ഓക്കെ ആയി. അതെ, ഇപ്പൊ നല്ല ആള് സ്മാർട്ടായി. ഒന്ന് വാക്കിങ്ങിനെല്ലാം പോയിട്ട് വരാം. തുളസിയാ? തുളസി എന്തിനു വെച്ചനി? ലേഖം ഇന്ന് രാവിലെ മുതലേ ഒരേ കാട് വയ്ക്കലും കാര്യങ്ങളെല്ലാം ആണ്. ആള് നേരത്തെ വളപ്പില് പണിയിലാന്ന് കേട്ടാ. നമുക്ക് അങ്ങോട്ട് പോവാം, മടിയായില്ലേ. തുളസി തിന്നാൻ ഇഷ്ടമില്ലവരാരെങ്കിലും ഉണ്ടോ? ഇവിടെ ലോകുനും ഭയങ്കര ഇഷ്ടമാണ് തുളസി ചവക്കാൻ വേണ്ടിട്ട്. നമ്മ പച്ചക്കറി പറിക്കാനില്ല പാത്രം എടുത്തിന്. കത്തി എടുത്തിനാ അമ്മേ? ലേഖമ്മേ കത്തിണ്ടാ? കത്തി കൊണ്ട് പറിക്കേണ്ട ഒന്നും ഉണ്ടാവില്ല. പറങ്കിയും പയറും മാത്രമേ പറിക്കാനില്ലൂ കേട്ടോ. ബാക്കി വഴുതനങ്ങെല്ലാം ആവുന്നത്രേ. എല്ലാം അടക്കണേ. അങ്ങോട്ടല്ല, അതിലേ അങ്ങോട്ടാന്ന് കേറിപ്പോണ്ട്. അങ്ങോട്ടാ പിന്നെ നിങ്ങടെ വിചാരിച്ചിട്ട് റോഡുമേലെ വാക്കിങ്ങിന് വന്നു വിചാരിച്ചിട്ട് കേറാനാവുക. എല്ലാം കയറിക്കോ. ഞാൻ കേറിയിട്ട് അങ്ങന്ന് പിടിക്കാം ഞങ്ങളെ. എന്നാ ചേച്ചോ ഇപ്പൊ രണ്ടാളും കൂടി വീട്ടിന്. നമ്മ റംബൂട്ടാൻ വാങ്ങിനി അമ്മ പോയ സമയത്ത്. റംബൂട്ടാന്റെ തൈ പറയുന്നത് കേട്ടിനി. അപ്പൊ ഇവിടെ നട്ടിട്ടില്ല. ഇതാ ഇവിടെ നട്ടിട്ടുണ്ട് അമ്മ. പ്ലാവട നട്ടിനാ അമ്മ? പ്ലാവ് അങ്ങപ്പറ. ഇതാ അമ്മ റംബൂട്ടാൻ. ഇത് കായ്ച്ചിട്ട് വേണം നമുക്ക് റംബൂട്ടാൻ തിന്ന് മരിക്കാൻ. റംബൂട്ടാൻ തിന്നിനെ ഇതുവരെ? ചോപ്പ് ഇങ്ങനെ പുറത്തിങ്ങനെ ചോപ്പ് മുള്ളു പോലെ. എന്നിട്ട് ഉള്ളില് ഒരു വെള്ള. അത് ഞാൻ വാങ്ങി 300 രൂപയ്ക്ക്. ഭയങ്കര പൈസയാണ്. നമുക്ക് ഇതായിട്ട് വിറ്റ് പൈസ ആക്കാട്ടാ. ഞാൻ ആദ്യമായിട്ട് തിന്നു. ഇതിനിടക്ക് അമ്മ പണ്ടേ ടൂറിന് പോയിട്ടേ എന്നിട്ട് വരുമ്പം കൊണ്ടുവന്നിട്ട് ഞാൻ ആദ്യമായിട്ട് റംബൂട്ടാൻ കഴിക്കുന്നു. കിലോന് എത്ര അമ്മ? 400. അത്ര പറഞ്ഞേ? 400 വരും. എൻ്റെ അമ്മ 1 കിലോ വാങ്ങിയിട്ടുണ്ട്. എല്ലാം വാടിപ്പോകുന്നുണ്ടല്ലോ പച്ചക്കറിയെല്ലാം. അപ്പൊ നമ്മളെ താളെല്ലാം കണ്ട ഇതെല്ലാം ലേഗൂസ് നട്ടയാണ്. ചേന അതാ ഇന്നലെ നമ്മ ചേനച്ചപ്പിൽ ഉപ്പേരിയാക്കിട്ടേ അതിന് മുറിച്ചിട്ടാണ് ഉപ്പേരിയാക്കി. ഇതാ ഇവിടെ കപ്പയുണ്ട്. വാ നല്ല വാ. രണ്ടാള് വരുന്നുണ്ടേ ലേഗൂസേ. ഒരാളിങ്ങോട്ട് വരുന്നുണ്ട്. വസന്തമ്മ. അമ്മേന്റെ താളം തോട്ടത്തിലൂടെ ഒരു യാത്ര. മെല്ലെ നോക്കി നടന്നാ തിരക്കൊന്നുമില്ല പോയിട്ട്. എന്താ വെച്ചാല് അവിടെ വഴിയൊന്നും വെച്ചിട്ട് എല്ലാ സ്ഥലത്തും നട്ടിന് ഞാൻ. പിന്നെ ലെവലില്ല സ്ഥലമല്ല, ഇങ്ങനെ ചവിട്ടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കാലിതാവുന്നു. എന്താ പ്ലാവ് ഇടാണ്ട് എപ്പം കഴിക്കൂലമ്മ ആ പ്ലാവ്? ഇപ്പം കഴിക്കുന്ന പറഞ്ഞവര്. ചക്ക തിന്ന നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. ഇതാണ് പ്ലാവ്. ഒരു റംബൂട്ടാനും ഒരു പ്ലാവിന്റെ തയ്യാന്ന് വാങ്ങിയിട്ടുണ്ടായിനി. കാണുന്നില്ലല്ലോ. ചക്ക അല്ലേ? അത് കുറച്ച് ചെരിഞ്ഞിട്ട് വേണമായിരുന്നു. കണ്ടു. ക്യാമറമാൻ ലേഖയാണ്. അപ്പോൾ ഇതെൻ്റെ എല്ലാം എൻ്റെ മനസ്സിലുള്ള ഏകദേശം എല്ലാം ഞാൻ ഇവിടെ നട്ടിട്ടുണ്ട്. കപ്പയുണ്ട്, താളുണ്ട്, മഞ്ഞളുണ്ട്,
വൈനയുണ്ട്, വെണ്ടയുണ്ട്, ചീര, കക്കിരിക്ക, പയറ്, നിരമ്പൻ, മത്തൻ എല്ലാം നട്ടിട്ടുണ്ട്. ചേന, കപ്പ അതെല്ലാം ഇല്ലേ അമ്മേന്റെ ഓളിനോളാന്ന് കേട്ടാ. എല്ലാം കുറച്ച് കുറച്ചായിട്ട് എല്ലാം നട്ടിട്ടുണ്ട്. അമ്മ പൈപ്പ് താടല്ലേ? പൈപ്പ് താടയല്ലേ? കക്കിരി ഉണ്ടാ? ഇതാ ഒന്നങ്ങാടിയുണ്ട്. ബാക്കി ഇത് വഴുതിനങ്ങയാണ്. അമ്മ നടക്കുന്നതാണെന്ന് എനിക്ക് പേടിയാവും. കുഞ്ഞാളെല്ലാം നടക്കും പോലെ ശ്രദ്ധിക്കണം അമ്മേനെ. മഞ്ഞള് പുങ്ങിയ വെള്ളം ഒഴിച്ചിട്ട് ഇത് വെണ്ണീരല്ലേ പാർട്ടി? അത് പ്രാണി അരിക്കുന്നതായിട്ട് വെണ്ണീര് പറ്റി അന്നേരം പ്രാണി ഇരിക്കൂല. ഈ ഇല ഇങ്ങനെ ഇങ്ങനെ അരിച്ചരിച്ച് തിന്നലാന്ന്. ആ വെണ്ണീരുണ്ടാകുമ്പോ തിന്നൂല. പണ്ടല്ല കരിമണ്ണ മാറ്റല് എന്ന് വെച്ചാല് ഇല കത്തിച്ചിട്ട് അത് കരിമണ്ണ അങ്ങനെ ചെയ്യും. വെള്ളം ഒഴിക്കും, എന്നിട്ട് അത് പൊടിച്ചിട്ട് കരിമണ്ണാക്കും. അതാണ് ഇലക്ക് മാറ്റി കൊടുക്കല്. ഇപ്പൊ അങ്ങനെ വെണ്ണീര് മാറ്റി കൊടുക്കല്. പച്ചമുളക് അല്ലതാ. പച്ചമുളക് വിളവെടുക്കാനായിട്ടുണ്ട് അവിടെ കുറച്ചെണ്ണം ആയിട്ടുണ്ട്. ഓണം കഴിഞ്ഞാൽ വിളവെടുത്തത്. ഓണത്തിന്റെ മുമ്പേ ഓണത്തിന് നമ്മ പിന്നെ സാമ്പാറിൽ കണ്ട വെണ്ടയ്ക്കും പിന്നെ മറ്റേ വെള്ളരിക്കും അവിയിലിടാൻ വേണ്ടിട്ട് അത് രണ്ടും പറിച്ചിട്ടുണ്ടായി. പിന്നെ അതിന്റെ മുമ്പ് 2-3 പച്ചപ്പറങ്കി പറിച്ചിട്ടുണ്ടായിനി. പിന്നെ അത് കഴിഞ്ഞിട്ട് വെണ്ടക്ക ആദ്യം നമ്മൾ വിളവെടുത്തിന്. ഇപ്പം 2-3 പറിക്കാനില്ലു. പിന്നെ വൈനിങ് അതാ പിടിക്കുന്ന പച്ച വൈനി. പച്ച വൈനിയാന്നല്ലേ ചേട്ടാ? പച്ച വഴുതിന് പൂത്ത ശേഷം അല്ലേ കായ് ഉണ്ടാവുന്നത്? അതെ, അത് ആൺപൂവും പെൺപൂവും ഉണ്ടാവില്ല. ആൺപൂവെല്ലാം കൊഴിഞ്ഞു പോവും, പെൺപൂവെന്ന് വിരിഞ്ഞു വരും. നമ്മളെ കക്കിരിക്കെല്ലാം പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ഉഷാറായിട്ടുണ്ട്. അതേപോലെ പിടിച്ചാൽ മതിയായിരുന്നല്ലോ. ഒല്ലെല്ലാം ഊത്തി കൊടുക്കുക ഇതിന്. എന്തെല്ലാം ഇതിന്റെ അക്കേഷ്യന്റെയും അതിൻ്റെ എല്ലാം ഇത് കുത്തി കൊടുക്കുകയായിരുന്നു. പന്തലിട്ടിട്ട് രണ്ട് സ്ഥലത്തായതുകൊണ്ട് 2 പന്തലിടണം. അതുകൊണ്ട് അങ്ങനെ പിടിക്കട്ടി വസന്തമ്മേനെയും കൂട്ടിയിട്ട് വിളവെടുക്കാൻ വേണ്ടിട്ട് നമ്മ കാത്തു വെച്ചതാണ്. വസന്തമ്മ വരാൻ വേണ്ടിട്ട്. അപ്പോൾ കുറച്ചുകൂടെ 2 ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് ചീര പറിക്കാനുണ്ട്. ഇപ്പൊ നമുക്ക് ഇതെല്ലാം പറിക്കാം, കത്തിയെടുക്കാം. ചീരേന്റെ ആളാണ് ആര്? വസന്തമ്മ. അതിലേ വന്നമ്മ, അതിലേ എന്നാ ഇതന്നെ വാ. ഞാൻ വരാൻ എളുപ്പത്തിന് പറഞ്ഞാണ്. നിങ്ങൾക്ക് പറിക്കണം? പറിക്കണം അതല്ലേ? അതിനൊന്നുമില്ല. അമ്മ നട്ടായിരുന്നു നിങ്ങൾക്കും വിളവെടുക്കും. ആര് പറിക്കുന്നതിനൊന്നിട്ടത്? ഈന്ന് പറിച്ചോ? ഇതിന്റെ അടിയിൽ നിന്ന് ഈ മൂത്ത നോക്കിട്ട് വലുത് നോക്കിയിട്ട് പറിച്ചോ? മെല്ലെ പോണേ. അമ്മക്കും ആഗ്രഹം ഉണ്ടാവില്ലേ പറിക്കാൻ വേണ്ടിയിട്ട്? അതുകൊണ്ടാണ്. അങ്ങനെ മേലെ കൊണ്ട് ഇങ്ങോട്ട് തട്ടിയത് മേലേക്ക് ഇന്ന് വസന്തമ്മയാണ് വിളവെടുക്കുന്ന ആള്. അത് മറിച്ചു, അത് മൂത്തതായി ഉണ്ടമുളക് അല്ലേ? സ്വയം നട്ട് എടുക്കുന്നത് അതിൻ്റെ പവർ വേറെ തന്നെ. അങ്ങനെ കാണണ്ട, നമുക്ക് ആവുന്നത് നമ്മൾ ചെയ്യാം. വെണ്ട അമ്മ നട്ടിട്ടുണ്ടോ ഇതുവരെ പച്ചക്കറി? അമ്മ ഞാനും ആനും അന്നേരം നട്ടിനി. പക്ഷെ എല്ലാത്തിനും ഓളാന്ന് മുൻകൈ എടുക്കും. ഒക്കെ ഓർമ്മയുണ്ടോന്നപ്പ അന്നേരം ചെറിയ കുഞ്ഞത്ര
നമുക്ക് മുമ്പ് നമുക്ക് അവിടെ കോഴി ഫാം ഉണ്ടാകുമ്പോൾ ഇഷ്ടം പോലെ വളം ഉണ്ടായി അന്നേരം ഞാൻ നടലുണ്ട് പച്ചക്കറി ആയിട്ടൊന്ന് നല്ലവണ്ണം വഴുതനെങ്കിൽ അവിടെ വളത്തിന് ക്ഷാമൂലല്ലോ എടുത്ത് ചെയ്യാൻ വേണ്ട കലക്കിയിട്ട് വയ്ക്കണം 2-3 ദിവസം എല്ലാം പുതിർത്ത് വെച്ച് ബക്കറ്റിൽ പുതിർത്ത് വെച്ചിട്ട് വയ്ക്കണം. വെള്ളാന്ന് ജാസ്തി വേണ്ടു. നേരിട്ടിടാൻ പാടില്ല. 2-3 ദിവസം ബക്കറ്റിൽ കുതിർത്ത് വെച്ചിട്ട് അങ്ങനെ വയ്ക്കണം. വഴുതനങ്ങയിൽ എത്രയാ ഉണ്ടാവില്ല. ലാസ്റ്റ് മാസം വൈനിങ്ങ കുറവ് വേണ്ട പറയാൻ തുടങ്ങി. വെണ്ടക്ക കൊടരിക്ക പയറ് മീറ്റർ പയറ് മത്തൻ കുമ്പളങ്ങ എല്ലാം ഉണ്ടായിട്ടല്ലേ. ആടെ എനിക്കൊരു അനിയേട്ടൻ കുഞ്ഞു കുങ്കോട്ട് മേടിച്ചതിന് കളക്കാൻ വേണ്ടിട്ട് അയറുണ്ടെങ്കില് എല്ലാം ഉണ്ടാവും. അത്രക്കും വളം വേണം അതിനുള്ള പച്ചക്കറിക്ക്. ജൈവവളമായാലും ഉപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യം ഉണ്ടെങ്കിൽ നല്ല ഉഷാറാറുണ്ടാവും. ഞാനിതിപ്പോ ഒന്നും ഇവിടെ നടാണ്ട് ഇങ്ങനെ വെച്ചിട്ടാണ്. നമുക്ക് പച്ചക്കറി എപ്പം പച്ചക്കറി നടാൻ വിചാരിച്ചിട്ട് ആദ്യം നമ്മൾ നടുമ്പം മണ്ണെല്ലാം കുറച്ച് ഉറപ്പുണ്ടാവും. അങ്ങനെയൊന്നും വളം കിട്ടൂല. പിന്നെ കൊത്തിയിട്ടാകുമ്പോ നമുക്ക് നല്ല മണ്ണാവും. വളം പോകുന്ന അത്ര ചാണകവും. അതുകൊണ്ട് ഇത്ര പല സ്ഥലം നമ്മ പച്ചക്കറി നടാൻ മാത്രം. ഇടാകുമ്പോ നല്ല വെയിലും കൊള്ളുന്നുണ്ട്. പൂവാടിയുണ്ട് പാർവതിപ്പൂ. എന്താ നമ്മ ഇപ്രാവശ്യം ഓണത്തിനെല്ലാം പാർവതിപ്പൂ നല്ലോണം പൂവിട്ടിട്ടുണ്ടായി. നല്ല രസല്ലേ അതിന്റെ പൂ കാണാൻ. വെള്ളപ്പാർവതിയും ഉണ്ട് അപ്പുറം ഉണ്ട്. പിടിക്കാം. ആ പയറ് വരിക്കാം. ഇനി പയറ് വിളവെടുക്കാമേ. നല്ല പൊയ്ക്കോട്ടാ. ഞാൻ ബാക്കിൽ തന്നെയുണ്ട്. വഴി കാണുന്നില്ല. ആ താളിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് പോയിക്കോ. മുന്നോട്ട് നമുക്ക് പേടിയാ അതെല്ലാം പൊട്ടിപ്പോകും. നമുക്ക് പയറാണ് വിളവെടുക്കാനുള്ളത്. പയർ ഇത്രയും കിട്ടിയല്ലേ. അപ്പൊ ഓണത്തിന് പിടിച്ചിട്ടില്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ടും പൂ പിടിച്ചിട്ട് ഓണത്തിന്റെ അന്ന് തന്നെ ഒന്ന് വിരിഞ്ഞിട്ടുണ്ടായിന് കേട്ടാ. കാണുമ്പോക്കെ എന്താന്ന് ഒരു ഉണർവ് പോലെ. അത് നല്ല രസമുണ്ടല്ലേ. നല്ല നമുക്ക് ഇതുവരെ ഇങ്ങനത്തെ ചെണ്ടുമല്ലി ഉണ്ടായിട്ടാ. ഇതിന്റെ ഇതളെല്ലാം ഒരു വെറൈറ്റി ഇതള്. സാധാരണ ഇങ്ങനെ ഒരു ഇങ്ങനെയുള്ള ഒരു ഇതളല്ല ഉണ്ടാവല്. ഇതിങ്ങനെ എന്തോ ഒരു പ്രത്യേക ഒരു മെഷീനിലിട്ടെടുത്ത പോലെ ഉണ്ട്. നല്ല രസമുണ്ട്. എല്ലാം മഞ്ഞാണ് അല്ലേ. ഇതങ്ങോളം ഓരോന്നായിട്ട് പിടിക്കുന്നത്രേ. എന്താ ഇടിയായാലും നിറച്ച് മുട്ടുണ്ട്. പൂ വലുതാവുന്നത്രേ. നമുക്ക് ഓണത്തിന്റെ അന്ന് ഒന്ന് വിരിഞ്ഞിട്ടുണ്ടായിനല്ലേ. നമ്മളെ സങ്കടപ്പെടുത്തേണ്ടന്ന്. പിന്നെ നല്ലോണം വിരിഞ്ഞിട്ടാകുമ്പോ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ നമ്മളെ താലിലെ ഈലാണ് കേട്ടാ. നല്ലോണം പിടിച്ചിന്. മുട്ടും ഉണ്ട് അത്ര. ഇനി നിറച്ചും ഇനി മൊത്തം ഒന്നിച്ചാ പിടിച്ചില്ലെങ്കിൽ നല്ല രസം ഉണ്ടാവും അല്ലേ. 2 സൈഡിനും കാണാൻ വേണ്ടിട്ട്. അതെ, എല്ലാം വിരിഞ്ഞിട്ട് ഒരു ദിവസം കാണിക്ക. പിന്നെ ഇനി അടുത്ത കൊല്ലം നമുക്ക് ചേച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇപ്പൊ നട്ടിനങ്ങാടി 2 ആഴ്ച മുമ്പേ നടണം. എന്നാലേ ഓണത്തിന് പൂ പിടിക്കൂടും. വെച്ചപ്പോ ഓണം കഴിഞ്ഞിട്ട് 22 ദിവസം ഒന്ന് പിടിച്ചിട്ട് അന്നേരം നിറച്ചും പിടിച്ചിട്ട് അപ്പൊ അതെല്ലാം പിടിക്കാൻ തുടങ്ങിയതാ. എല്ലാം ഫുള്ള് മുട്ട് വന്നിട്ടുണ്ട്. അതിലൊന്ന് അത് കരിമ്പട പുസ് കയറിയ പിന്നെ അത് അങ്ങനെ ആയിപ്പോയത്. കൊണ്ട് പോയാ സേഫായിട്ട് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങുന്നില്ലല്ലോ. അതെ, അപ്പൊ ഇവിടെ ഒരു വെള്ളരിക്കുണ്ട്. അതും കൂടെ പറിക്കാട്ടാ. പിന്നെ വള്ളിയെല്ലാം പോയി. ഇത് ഇവിടെ പഴുത്തത് ഓലനാക്ക
പഴുത്തതിനെ കൊണ്ടാവും. പച്ച വെള്ളരിക്കല്ലോ കൊല്ലം വെക്കലാമ. അല്ല പഴുത്തൊന്നും വെക്കാറില്ല. അതെ, അന്ന് നമ്മ ഓണത്തിനൊന്ന് പറിച്ചിനാമ, 2 പിടിച്ചിട്ടുണ്ടായിട്ടു. ഓണത്തിനൊന്ന് പറിച്ചിന്, അവിയില് നമ്മ അതാ ഇട്ടിന്. പിന്നെ വഴുതനങ്ങ ഉണ്ട് കേട്ടോടാ, നല്ല നീല വഴുതനങ്ങ. നല്ല കട്ടി വയലറ്റ് കളറ്. ഒന്നാദ്യം ഉണ്ട്, അപ്പുറം ഉണ്ടാവും. കൂടെ നമുക്ക് കണക്കാം. അമ്മക്ക് കഥക്കല്ല ഈട്ടാ. ഇതാ വെള്ള, അതിന്റെ വെള്ള പാർവതി. ഇടിയുണ്ട് നീല. ഇതാണ് കോസ്മോസ്. സാധാരണ ഇങ്ങനത്തെ ഏതാളാണ് നമ്മളെ ചെണ്ടുവലിക്ക് ഉണ്ടാവല്. ചെണ്ടുവലിക്ക് ഇതോ ഈ വയലറ്റ് പൂ, അതെന്തോ പൂ. ഇതാ ഇതുപോലത്തെ സാധാ ഏതാളാന്ന് ഇതുവരെ ഉണ്ടായിനെ. ഇപ്പാണ് അവിടെ നല്ല അടിപൊളി ചെണ്ടുവലി പിടിക്കാൻ തുടങ്ങിയത്. എന്താ മതിലിന്റെ സൈഡിലുണ്ടാവും. നല്ലത്. അതിന് ഒരു പുഴുവെല്ലാം ഇരിക്കുന്നുണ്ടമ്മ. നല്ല അതിന്റെ നല്ല തിന്നുന്നിട്ട് എല്ലാം തിന്നുന്നുണ്ട് കേട്ടാ. നടെല്ലാം ഉണ്ട്. ഓ അതെ, അതിന്റെ പേരെന്നാന്ന് അറിയില്ല. പേരറിയില്ല. ഇവിടെ വാടാർ മല്ലിക ഉണ്ട് കേട്ടാ. വടാർ മല്ലിക ഇതെന്നമ്മേ അനാറിന്റെ. അനാറ് പടുത്താർത്തങ്ങനെ പിടിക്കുമോന്ന് അറിയില്ല. മൈലാഞ്ചിന്റെ ഒരേല ആ ലൈന്, മൈലാഞ്ചി വലിയുണ്ട്. നല്ലൊരു പൂ പിടിച്ചിട്ടുണ്ടായിന്. നല്ല കളറ് ഓറഞ്ച് മാതിരിയുള്ളത്. അതുപോലെ ഇത് അത് പണ്ടത്തെ വീട്ടിലേ ഉണ്ടായിനി ആ ചെടി. അതിനെപ്പം പൂവുണ്ടാവും. കുഞ്ഞു ചെമ്പരത്തിയതാ. ഇതിന് നല്ല ചോപ്പാ പിടിക്കല്. ഇതിന് പിടിച്ചിട്ട ഇടിയും ഉണ്ട്. നമ്മളെ പാർവതി പൂവിന് ഇതെല്ലാം ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. കൊത്തി കളയാൻ തോന്നുന്നില്ല. അത് കൊത്തി കളയണ്ട. കോയിപ്പൂ ഇപ്പൊ അത്ര ഉഷാറാവുന്നില്ല അല്ലമ്മേ, പിടിക്കുന്നില്ല. വൈനിങ്ങ ഉണ്ടാ? ചാക്കിലട്ടിലൊരു വൈനിങ് പിടിച്ചിട്ടുണ്ട്. പിന്നെ അതും കൂടെ പറിക്കാം. എല്ലാം പൂസ് കുത്തിയിട്ടും എല്ലാം കാളിയുന്നു കേട്ടാ. ഒന്നും തിന്നാനാമത്തേന് കിട്ടുന്നില്ല അല്ലേ. അതിന്റെ ഇലയെല്ലാം, ഇതിന്റെ ഇല നോക്കിയേ എന്ന് കോയിപ്പൂവാ. പിന്നെ ഞാൻ ഇത് ഇഞ്ചി ചാക്കില. അതമ്മ വിത്ത് മുളപ്പിച്ചത്. ഇനി ആദ്യം നട എല്ലാ പച്ചക്കറിന്റെ അതെല്ലാം കുറച്ചാവുമ്പോ ഇത് ആദ്യം നടും. ഞാൻ ഇഞ്ചി കണ്ടില്ലേ, ഒരു ചാക്കിലൊരു കഷ്ണം. അപ്പൊ എനിക്ക് ഇഞ്ചി ഇതാ നല്ലോണം ആയിട്ടുണ്ട്. ഇഞ്ചിക്ക് പൂവും പിടിക്കല. ഇതാ ആ സാമ്പാർ ചീരയാണോ അതാമ്മ? ഇതാ ഇഞ്ചി കാണിച്ചു തരുന്ന അമ്മേന്റെ. ഒരു കഷ്ണം ഞാൻ ഇങ്ങനെ കൊണ്ടുപോയി. മഞ്ഞളെപ്പോ നടലുണ്ട്. മഞ്ഞള് നമ്മ പീടിയെന്ന് മണിക്കലേ ഇല്ല. ഞാൻ കണ്ടില്ല അപ്പുറത്തെ വീട്ടിൽ. നല്ല മണം അത് തൊടുമ്പോ തന്നെ. ഇഞ്ചി മുറിച്ച പോലത്തെ മണം. ഇതാ ഈ തൈന്റെ മരട്ട് മൊത്തം അമ്മേന്റെ ചേനയാണ് കേട്ടാ. ഇതിന്റെ ഇല ഈ തൊണ്ടക്ക് ഇതാവുമ്പോക്ക് ഈ ചുക്ക് കാപ്പി ആക്കുമ്പോക്ക് അത് പൊട്ടിച്ച് നല്ലതാണ്. നല്ല മണം. ഇതെല്ലാം അതിന്റെ മണം വരുമ്പോ എനിക്ക് പണ്ടത്തെ ഒരു ഓർമ്മ ചെയ്ത് നമ്മളെ വീടിന്റെ വയലിലെല്ലാം ഇഷ്ടമാതിരി പണ്ട് ഇഞ്ചി ആടും വയനാട്ടില്. അപ്പൊ നമ്മ പുല്ലരിയുമ്പോ നല്ലൊരു മണാണ്. നമുക്ക് പശുവിലുണ്ടാകുമ്പോ അതിന് ഇല്ലി വിറക് കൊണ്ടുവന്നിട്ട് കത്തിക്കുന്നു. ഇത് വന്നാ പിന്നെ ഇത് മൂത്തൂന്നാ പറയല്. പൂ വന്നാലല്ലേ? പൂ വന്നാല് അതിന് പൂ വന്നു കണ്ട. അത് വിരിയോ വയലരുവാ? അത് തന്നെ ഒരു ഇതുണ്ടാവും. അതിനൊരു മുട്ട പോലെ വെച്ചിട്ട്. ഇഞ്ചിക്കും പൂവുണ്ടാവും, മഞ്ഞളിനും പൂവുണ്ടാവും. മഞ്ഞളിലെ പൂവാണ് നല്ല രസമാണ്. കപ്പ പറങ്കിയെല്ലാം ഉണ്ട്. ഇതാ കപ്പ പറങ്കിയെല്ലാം ചാക്കര നട്ടിട്ട് ആവശ്യത്തിന് അങ്ങനെ പറിച്ചെടുക്കുന്നതാണ്. കുറേ പറിക്കാനുണ്ടല്ലോ മൂത്തിട്ട്. ഇതിനൊരു വെണ്ടൊക്കെ ഉണ്ട്. അപ്പുറവും ഉണ്ട് വെണ്ടൊക്കെ പറിക്കാമ. അതെല്ലാം പറിക്കാം. ഇന്ന് വിളവെടുപ്പ് മഹോത്സവമാണ്. വിളവെടുപ്പിന്റെ മഹോത്സവമാണ്. എല്ലാം നമ്മളെന്തെങ്കിലും ഓണത്തിനാന്ന് എല്ലാം വിളവെടുക്കല്. ഇതിപ്പോ നമുക്ക് ഇടക്കിടക്ക് പറിക്കാറുണ്ട്. പക്ഷെ മഴ ആയതുകൊണ്ട് എന്താ അറിയില്ല, നമുക്ക് ഇന്ന് ഓണത്തിന് അങ്ങനെ വിളവെടുക്കാൻ പറ്റിയിട്ട. ഞാടുള്ള 2-3 വെണ്ടക്കും കൂടെ പറിക്കാം. അപ്പം ഞാൻ ആദ്യം ഇവിടെ എല്ലാം വിത്തിട്ടിട്ടുണ്ട്. നമ്മ അന്ന് പിന്നെ ഇവിടുന്ന്
കൃഷിഭവനിൽ നിന്ന് കൊണ്ടുവന്നതിന്റെ ഇതാണ് ഡ്രേ അയിലാന്ന് ഇട്ടിട്ടില്ല നിന്ന് ഞാൻ അതില് പിന്നെ എന്താ പറയുക പിന്നെ ചാണകപ്പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ട് ഇട്ടിട്ടാണ് അതിൽ വിത്തിട്ടത്. എന്തായാലും ഇല്ലമ്മ എന്തായാലും മുളച്ചത് നേരമ്പനുണ്ട്, പയറുണ്ട്, വെണ്ടയുണ്ട്, പിന്നെ കക്കിരിയുണ്ട്. ഇതെല്ലാം കക്കിരിയാണ്. വെണ്ട, ഇത് പയർ, ഒരു ചാര്. ഇതെല്ലാം അച്ഛൻ ഒരു പിന്നെ നേരമ്പൻ എന്നിട്ട് കൊണ്ടുവന്നു. ഞാൻ വെള്ളക്കുരുവാണ്. എനിക്കൊന്ന് മറ്റേ പീച്ചിങ് ആണോ സംശയമുണ്ട്. പിടിച്ചിട്ടാകുമ്പോൾ നോക്കാം നമുക്ക്. അതെല്ലാം വിത്തിട്ടിന് എല്ലാം ഇപ്പം ഒന്നരപ്പാട് മുളച്ചിട്ടുണ്ട്. എനിക്ക് പിടിച്ചാലേ ഇപ്പം മനസ്സിലാവുള്ളൂ അത് പീച്ചിങ് ആണോ അല്ലെങ്കിൽ നേരമ്പനാണോ. പീച്ചിങ് പറഞ്ഞാൽ ആ വെണ്ണക്കുടവർ നിരമ്പനില്ലേ, അതിന് വരയില്ലാത്തൊന്നുണ്ട്. അതിന് വെണ്ണക്കുടവരെന്ന് പറയും. അതിന് നമ്മളങ്ങോട്ടുള്ള പീച്ചിങ്ങാണ്. അതാന്ന് അറിയില്ല. എന്തെല്ലാം നടണം കുറച്ചാകുമ്പോൾ. ഇവിടെ ലിജി പിന്നെ ബുള്ളറ്റ് പറങ്കിന്റെ വിത്തിട്ടിട്ടുണ്ട്. അതെല്ലാം മുളച്ച് വരുന്നുണ്ട്. മുളച്ച് തയ്യായ നമുക്ക് ആദ്യം തയ്യലിനെ കൊണ്ടേ നടാം. ബുള്ളറ്റ് പറങ്കിയില്ലേ ആ ഒരു ഉണ്ട പറങ്കി, അതിനാ ബുള്ളറ്റ് പറങ്കി പറയില്ല. അത് പിന്നെ പഴുത്തത് 2-3 ഉണ്ടായി നമ്മ വാങ്ങിയതില്. അത് ഇട്ടിട്ട് മുളച്ചാണ്. നല്ല നല്ല നീല പൂ പിടിക്കുന്ന ഒരു ചെടിയാണ്. അതിന്റെ മറ്റേ രുചിട്ടുണ്ട്. അമ്മ ഏതായാലും വെള്ളയിക്കുമല്ല, അപ്പൊ അതും വളർക്കുമല്ല. എങ്ങനെയുണ്ട് ഐഡിയ? ഇനി പറിക്കണമെങ്കിൽ കൊക്ക വെട്ടണ്ടിരിക്കും. അത് അമ്മേനെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് നമ്മ ഒന്ന് പറിച്ചാന്നല്ലേ. ഇതിലങ്ങനെ അധികം പിടിക്കുന്നില്ല അല്ലേ? എപ്പെങ്കിലും പേടിയുണ്ട്. ആ മൂത്ത് പോയാ പൊട്ടിക്കാൻ കിട്ടുന്നില്ലേ? കാണുമ്പോ വലിയ പൊണ്ണനം പൊരിയുണ്ട്, പക്ഷെ മൂത്തിട്ടുണ്ടാവില്ല. വലിയ വേറെ ഏതോന്തോ ഒരു വെണ്ടയ്ക്കാന്നുള്ളത്. മഞ്ചേച്ചി നമുക്ക് കാങ്കോന്ന് ഒരു കുരു തന്നെയാണ്. അതാണ് ഇത്. നമുക്ക് വേനൽക്കാലത്തും പിടിച്ച് ഞാൻ തൈ പോയിട്ടേ ഇല്ല. ഇപ്പൊ ആദ്യം മഴ. ഇപ്പൊ മഴയാകുമ്പോ ആദ്യം പിടിച്ചാണ്. വെണ്ടക്കൊക്കെ എന്താ പേര്? ഒന്നാന്നമ്മ പേര് അറിയില്ല. അത് എപ്പോ നിത്യ വെണ്ടക്കയില്ല. ആനക്കൊമ്പനാറ്റാന്നമ്മ. ആനക്കൊമ്പൻ എന്ന് പറഞ്ഞിട്ടൊരു വണ്ടിയുണ്ട്, അതായിട്ടായി പോയ. അറിയില്ല. ഇപ്പൊ 2-3 തൈയുണ്ട്. ലേത 3 തൈയുടെ. അപ്പൊ ഒരു മൂത്ത കൊലയുടെ പൊരിഞ്ഞു കൊണ്ടിട്ടുണ്ട്, ഒരു മൂക്കാത്തും പൊരിഞ്ഞു കൊണ്ടിട്ടുണ്ട്. എന്താണ് സംഭവം? ഇത്രയും നാളായിട്ട് വായ പൊരിഞ്ഞു കൊണ്ടിട്ട് പൊട്ടി വീഴുതിന്, ഒടിഞ്ഞിട്ട് വീഴുതിന്. ഇത്രയും നാള് അത്രയും മഴ പെയ്തിട്ട് വെള്ളം കൊണ്ടില്ലേ, വെള്ളം കിട്ടാനിട്ടാണെങ്കിൽ പിന്നെയും പറയാം. ഇതാണ് ഭയങ്കര ഹൈറ്റ് പോയിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇത് മൂത്തിട്ടുണ്ട്, നമുക്ക് കൊത്തിയെടുക്കാം. ഇത് ഒന്നിനും കൊള്ളൂല അല്ലേ? ഇതിന്റെ കാമ്പെടുക്കാം. കാമ്പെടുക്കാനോ? കുഞ്ഞിക്കൊല ഒരാൾ ക്ഷീണം പിടിച്ചിട്ടാടെ ഇരിക്കല കേട്ടാ. അതെ, അല്ലെങ്കിൽ വേർക്കലില്ലല്ലോ. അമ്മ അത് മറ്റേ കൊല ഒന്നും ചെയ്യാനാവൂല അല്ലേ? ഒന്നും ആക്കാനാവൂല, വറുക്കാനും കൂടി ആവൂല. കുറച്ചും കൂടി ആയിനെങ്കിൽ നമുക്ക് കീറി വറുക്കെങ്കിലും ചെയ്യായിരുന്നു അല്ലേ? ഒന്നിനും കൊള്ളൂല ഇനി. ഹൗ ഈസ് യുവർ വിളവെടുപ്പ് എക്സ്പീരിയൻസ്? നല്ല നല്ലൊരു ഫീൽ, ഒരു എനർജി നടന്നിട്ടല്ലേ. വെറുതെ എല്ലാരും പറയുന്നത് നടക്കണം. ഒരാള് വിളവെടുത്ത സാധനത്തിലെടുത്തിട്ട് വരുന്നുണ്ട്. അത് പറിച്ച് നമ്മ അങ്ങാടെ വെച്ചിട്ടാ വന്നത്. പച്ച വൈനിങ്ങ നമുക്ക് ആവുന്നത്രേ. അന്നേ നട്ട 2 വയലറ്റ് വൈനിങ്ങ. വയലറ്റ് ഒന്നും പറയാൻ പറ്റില്ല, കറുപ്പ് കളർ വരുന്നുണ്ട്. ഇത് ഒരിക്കൽ വിത്ത് അച്ഛനെടുന്നോ കൊണ്ടുവന്നിട്ട് ഞാൻ ഇട്ടാന്ന് കൊട്ടയില്. എന്നിട്ട് അതിന്റെ 2 തൈ ഉണ്ടായില്ല, അത് വന്നിപ്പോ നട്ടയില് ഇതുണ്ടായത്. മറ്റൊന്നും നോക്കിയിട്ടുമില്ല ശരിക്ക്. വേനൽക്കാലത്താണ്. അപ്പൊ നമുക്ക് എന്തെല്ലാം വിളവെന്ന് കിട്ടിയെന്ന് നോക്കാട്ടാ. പറങ്കി, വഴുതനങ്ങ, പയറ്, വെണ്ടക്ക, കൂമ്പുണ്ട്. അതാ ഒരു കൂമ്പ്, കുഞ്ഞു കൂമ്പ്. പൊട്ടിച്ചാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇന്ന് വിളവെടുത്തത്. പയർ ഇടക്കിടക്ക് പറിക്കാറുണ്ട്. കുറച്ചിടയ്ക്ക് ഞാൻ പറിച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തിട്ട്
അപ്പം ഇത്രക്കാരം വെണ്ടക്ക അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഇടക്കിടക്ക് നമ്മൾ പറിക്കാറുണ്ട്. പറങ്കി അന്ന് 2 പറിച്ചതേയില്ല, അതിൽ പിന്നെ ഇപ്പോൾ പറിക്കുന്നത്. ഇനി കുറേ പിടിക്കുന്നുണ്ട് അതിന് നമുക്ക് അല്ലേ? കുറച്ചും പിടിക്കുന്നുണ്ട്. അതാ ഒരു വെണ്ടക്കപ്പുറമ എന്താ ഇത്രയും വെണ്ടക്കയും കിട്ടി. വെണ്ടക്കയും വൈനിങ്ങും മിക്സ് ആക്കിയിട്ട് വെറുക്കാം. പയറും വെണ്ടക്കയും വെറുക്കാം. പയറും വൈനിങ്ങും വെറുത്താൽ എനിക്ക് ഇഷ്ടമാണ്. പയറും വൈനിങ്ങും വെറുത്താൽ നല്ല രസമാണ്. അപ്പൊ നമുക്ക് വെജിറ്റബിൾ ഏറ്റവും നല്ലതാണ്. നല്ല ടേസ്റ്റ് അല്ലേ മിക്സ് ആക്കിയിട്ട് വറുത്താൽ? എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഈ കൂമ്പ് വറുത്താൽ നല്ല രസമാണ് കേട്ടോ. കൂമ്പ് വറുത്താല് ഇത് പൂവൻ്റെ അല്ലേ? പൂവൻ്റെത്. ഇത് എനിക്ക് അമ്മ വറുക്കുന്നത് നല്ല ഇഷ്ടം. എന്ത് ടേസ്റ്റ് അറിയാ? ഞാൻ വറുത്താ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ എന്താക്കുന്നറിയാ, ചെറുങ്ങനെ മുറിച്ചിട്ട് കഴുകും. കഴുകിയിട്ടാകുമ്പോ ഒരു പാത്രത്തിലിട്ട് അതിന് വെളിച്ചെണ്ണ അതിനൊന്ന് തിരുമ്പി വെക്കും. അതിന്റെ പിന്നെ ഇങ്ങനെ വേവിച്ചെടുത്തിട്ടാകുമ്പോ അതില് വാട്ടുപറങ്കിയും പിന്നെ അരിയും എല്ലാം കൂടെ വറുത്തിടും. അങ്ങനെ നമ്മയാക്കല്. പക്ഷെ അതില് വെള്ളാക്കാൻ പാടില്ല. ആ പീഞ്ഞ വെള്ളത്തിൽ തന്നെ വേവിക്കണം. നല്ല രസമാണ്. കൂട്ടിയാ മതിയാവൂല. ഒന്ന് ഞാനവിടെ പൊട്ടിച്ചു കൊണ്ടുവച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടി മിക്സ് ആക്കിട്ട് വറുത്താലേ ഒരു വറവിനുണ്ടാവില്ല. ഇതിനിടക്ക് അമ്മ സമീലായിട്ട് ഒന്ന് മാത്രം ആക്കിയിട്ട് ആർക്കും തേഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി. ആ ഉച്ച കൂട്ടാനേ ഉണ്ടായിട്ടു. നമുക്ക് ഉണ്ടാവും നല്ലോണം കൂട്ടാൻ വേണ്ടിട്ട്. ഇത് കൊണ്ടുപോയിട്ട് മുറിച്ചിട്ട് വേഗം വറുത്തിട്ട് ഉപ്പേരി കൊണ്ടുതരാട്ടാ. ആയിക്കോട്ടെ. നമ്മ മഷ്റൂം കറിയാക്കുന്നുണ്ട്. വാസന്തമ്മക്ക് ഭയങ്കര ഇഷ്ടല്ലേ? വാസന്തമ്മ വരുന്നുണ്ട് എന്ന് അറിഞ്ഞാലേ അനിയേട്ടൻ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിനി മഷ്റൂം കറിയും കൂമ്പുപ്പേരി. ഇന്നലത്തെ പുളിശ്ശേരി ഉണ്ട്. കപ്പക്കയും താളമ്പോളയും പുളിശ്ശേരി. കുറച്ച് പിന്നെ പുളിശ്ശേരി ഞാനും നല്ല പുളിശ്ശേരി. രണ്ടാളും പുളിശ്ശേരി. ഞാൻ പിന്നെ എനിക്ക് ഇഷ്ടം കാളം വെക്കാനാണെന്നുണ്ടായി. എന്നുവെച്ചാൽ പച്ചക്കായും ഉണ്ട് ചേനയും ഉണ്ട്. ഞാൻ വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു എനിക്ക് കപ്പക്കയും കാളമ്പോളും പുളിശ്ശേരിയാവുണ്ട്, എന്നാലേ മോരും കൊണ്ടത്തിരുള്ളൂ. എന്നിട്ട് ഞാനുണ്ടാക്കി. ഞാനും വേഗം വെച്ചു. അപ്പൊ രുചി കൊടുത്താൽ ഞാൻ നിങ്ങൾക്കും കൂടി വെച്ചിനി. ആദ്യം പുളിശ്ശേരി തേങ്ങ നല്ലോണം കൂട്ടിനി. എന്നാ പിന്നെ അങ്ങോട്ടും കൂടി എടുക്കാല്ലേ. പിന്നെ അപ്പഴത്തേക്ക് നമ്മുടെ പുളിശ്ശേരി ഇന്നലെ കഴിഞ്ഞു. കുറച്ച് പാറവുമ്പൊക്കെ ഞാൻ അങ്ങോട്ട് അപ്പം കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകുമ്പോ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പൊ ആ പാറവുമ്പൊക്കെ ലേശം കൊണ്ട് കൊടുത്തു. അപ്പൊ നമുക്ക് ലേശം ഉണ്ട് അതിന്റെ ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അപ്പൊ ആ കറിയുടെ കൂടി നമുക്ക് ഉച്ചക്ക് മതി. അപ്പൊ നമുക്കിത് അതും ഇതും കൂടെ മുറിച്ചിട്ട് പിന്നെ മഷ്റൂം നമ്മ അങ്ങോട്ട് വിളവെടുക്കാൻ പോകുമ്പോ എല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം ഇട്ട് മസാലയിലിട്ട് അവിടെ പെരക്കി വെച്ചിട്ടുണ്ട്. ചോറിന്റെ കാര്യത്തിലാ സംശയം, പായസമായോ അറിയില്ല. റേഷൻ അരിയാന്ന് ഇട്ടിന്. ഞാൻ അമ്മ എണീക്കണ്ട, അടിയിരുന്നോ, ഞാൻ പോയി നോക്കാം. എന്നാ പിന്നെ നിങ്ങ അത് മുറുക്കിയിട്ട് അപ്പൊ തന്നെ ഞാൻ ചോറിൽ വെല്ലിട്ടിട്ട് തരാം. ചോറ് വറുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് നല്ലോണമായിട്ടുണ്ട്. പിന്നെ ഇതാ മഷ്റൂം അരവെല്ലാം പെരക്കി വെച്ചത് കുറച്ച് വെള്ളമാക്കിയിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനായിരുന്നു ആവട്ടെ. തേങ്ങ വറുത്തരച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ. എന്ന് ചോറും കറിയും എല്ലാം വിറകടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ലേറ്റൂസ് കൂമ്പുപ്പേരി എല്ലാം ആക്കിയിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതാ നമ്മളെ നാടൻ കൂമ്പ് ഉപ്പേരി. ഇത് ചിലവരെല്ലാം പറയും ഇത് നാടൻ കൂമ്പ് രസം ഉണ്ടാവില്ലാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് നാടൻ കൂമ്പ്. പിന്നെ ഇത് നമ്മളെ മാങ്ങ ചമ്മന്തിയാണ്. ഇത് നമ്മളെ ഉണക്ക മാങ്ങ ചമ്മന്തി. അമ്മ അന്ന് ഓർമ്മയില്ലേ നമ്മ ചെത്തിയിട്ട് വെയിലത്ത് ഉണങ്ങാനിട്ടത്? അതാ അതിനെ കൊണ്ടാണ് ചമ്മന്തി ആക്കിയത്. നമ്മ ഇതര കഴിച്ചിട്ടാട്ടാ. പിന്നെയും ചോറ് വേണം, പക്ഷെ എനിക്ക് കൺട്രോളിലുണ്ടായി. പിന്നെ നിങ്ങ കഴിച്ചിട്ടാ ഇതിനിടക്ക് അമ്മ ആക്കിയൊരു അമ്മ ഉണ്ടായിട്ടല്ല. ഇതിനിടക്ക് ഞാൻ മാങ്ങ ചമ്മന്തി ആക്കിയില്ലേ? ഇത് ഉണക്ക മാങ്ങ ചമ്മന്തി ആക്കിയാറോ ഉണ്ടായിനാ? അതെയാ? ഓ അന്നേരം തന്നെ ഉണ്ടാക്കി. എന്ന് കഴിക്കാനുള്ള ഭാഗ്യം. അല്ല, അമ്മേന്റെ ഇങ്ങനെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി ചോദിച്ചു. പിന്നെ നമ്മളെ എന്താ മഷ്റൂം കറി, വസന്തമ്മ ഫേവറേറ്റ് മഷ്റൂം. നമുക്ക് മറ്റേതൊന്നും കൂട്ടാനാവില്ല, ഇത് കൂട്ടാൻ പറ്റും. അധികം കോളിഫ്ലവർ മഷ്റൂം ഇതെല്ലാം ഇടക്കിടക്ക് ആക്കല്. അപ്പോൾ നമ്മൾ ചോറിയിക്കാൻ വേണ്ടി പോവീന്ന്. അപ്പം നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ ഇതെല്ലാം കേട്ടാ. അമ്മ പ്ലേറ്റ് എല്ലാം ഇതാ ഓൾറെഡി എടുത്തിട്ട് തന്നെ വന്നിനി. എപ്പോ തന്നെ നാളെ പണിക്ക് പോയവർക്ക് ചോറ് കഴിക്കല്, നാളെ പണിയുണ്ട്. ഇന്ന് ഒന്നിച്ചാലായിരിക്കും. അതെ. ചമ്മന്തി നല്ല പുളിയല്ലേ? പൊതുവെ അടിക്കും നല്ല ഇഷ്ടമാണ് ചമ്മന്തി.
രണ്ടമ്മമാരി നടുക്കിയിരുന്നിട്ട് ഞാൻ ചോദിക്കും. പുളിശ്ശേരി ഉണ്ട് കേട്ടാ. അത് ഇന്നത്തെ കപ്പക്കയും പിന്നെ താളുമ്പോളി പുളിശ്ശേരി. ഇന്നലെ നമുക്കെല്ലാം നാടൻ കറിയാ ഉണ്ടായി. ഇന്നലെ വെച്ചാല് കപ്പക്കയും താളുമ്പോളി പുളിശ്ശേരിയും ചേനയില ഉപ്പേരി, ചേനച്ചപ്പിലും ഉപ്പേരി അങ്ങനത്തെ കറി ഉണ്ടായി. അതന്നെ രാത്രി ഇവിടെ നാടൻ കറി എന്തായാലും ഉണ്ടായി. ഇന്നും ഏകദേശം ഞാനതന്നെ ആക്കിയത്. ഇപ്പം മീൻ വരുന്നത് കുറച്ച് കുറവാണ്. ഇന്ന് കുമല് കറി ലിജിയൊക്കെ ഉണ്ട്, എനിക്കെല്ലാം നാടൻ കറി. പുളിശ്ശേരി ഉണ്ട്, അത് എടുത്തിട്ടാ ഇപ്പന്നെ കറി ഒരുപാടായി. അത് വേണമെങ്കിൽ നോക്കി രാത്രി ദേശത്തെ ചമ്മന്തി ഇങ്ങനെ നോക്കട്ട്. ചമ്മന്തി എല്ലാം കണ്ണടിക്കുന്നു, നല്ല പുളിയാണ് കേട്ടോ അതിന്. അപ്പൊ എല്ലാരും മാങ്ങ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ആക്കി നോക്കിക്കോ. മാങ്ങ ഇല്ലാത്ത സമയത്ത് നമുക്ക് മീൻകറിയിലിടാം, ചമ്മന്തി ആക്കാം. മീൻകറിയിൽ അതെ, മുറിച്ച് കഴുകിയിട്ട് വെയിലത്തിൽ വെക്കുക ദിവസം. അത് നല്ല ഉണങ്ങി ക്രിസ്പ് പോലെ ആകുമ്പോ നല്ല കുപ്പി ചാറിൽ വെക്കുക. എന്നിട്ട് ആവശ്യത്തിന് എടുക്കുക. അത് വസന്തമ്മ വന്ന ആ സമയത്താണ് നമ്മ എല്ലാരും കൂടി ചെത്തി ഉണക്കി വരുന്നത്. കുടുംബം നമ്മളെ ഇതിലെ അവര് തന്ന തന്നെയാണ് കൊമ്പ് പൊട്ടിയിട്ടാകുമ്പോ ഇപ്പൊ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ചമ്മന്തി അരക്കുന്നുണ്ട്. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓർമ്മിക്കണേ. ലിജി ഇവിടെ ഒരു പടയിലിട്ട് വെച്ചിട്ടുണ്ട്, ഞാനും അവിടെ വെച്ചിട്ടുണ്ട്. കൊറേ നമുക്ക് ചമ്മന്തി ആക്കാം, മീൻകറിയിലിടാം, എല്ലാം ചെയ്യാം. ഒരു ദിവസം മീൻകറിയിൽ ആരെങ്കിലും ചോദിച്ചാൽ ലേശം കൊടുക്കുകയും ചെയ്യാം. അതെ. അപ്പൊ ഉണക്ക മാങ്ങ മാങ്ങയില്ല സമയത്ത് ചെത്തിയിട്ട് തോലി എത്താണ്ട് ആക്കാന്ന് ചിലര് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ തോലി എത്തിയിട്ട് വെയിലത്തിട്ട് ഉണക്കി നല്ല പപ്പടം പോലെ ആകുമ്പോ കുപ്പിയിലിട്ട് വെക്കുക. അതേ ചൂടിൽ തന്നെ വാരി വെച്ചിട്ട് കുറച്ച് ആ ചൂടിൻ്റെ അത് പോകുമ്പോ ഇട്ട് വെക്കണം. നല്ല അടിപൊളിയാണ്. അപ്പൊ നമ്മ മൂന്നാളും ചോറ് കഴിക്കട്ടെ. നിങ്ങളെ വീട്ടിൽ ഇന്ന് ഉച്ചക്ക് എന്നാ സ്പെഷ്യൽ ഉണ്ടായി എല്ലാരും ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നമ്മ ചോറെല്ലാം കഴിച്ചിട്ട് ഇതാ പതിവ് പോലെ ഇടയ്ക്ക് പുറത്ത് വന്ന് ഇരിക്കുന്നത്. എങ്ങനെയുണ്ട് നമ്മളെ സ്പെഷ്യൽ കറിയെല്ലാം? നല്ല സൂപ്പറായി. എപ്പൊ നാടൻ കറി ചമ്മന്തി ഉണക്കമാങ്ങ ചമ്മന്തി നല്ല രസമുണ്ട്. കപ്പപ്പറങ്കെല്ലാം കൂട്ടിയിട്ട് തേങ്ങ കൂട്ടി അരക്കുമ്പോ അതന്നെ മതി. അതും കൂമ്പുറവും തിന്നാൻ മതിയാവില്ല, പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യണ്ടേ. പിന്നെ പാറാന്ന് പറയാ, അപ്പൊ കൺട്രോൾ വേണ്ട. ചോറ് വാവാന്ന് ഇങ്ങനെ വിളിക്കും. ചമ്മന്തി അങ്ങനെയാണ്, കൂട്ടി ചോറിന്റെ ഒപ്പം എത്ര കഴിച്ചാലും മതിയാവില്ല. ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തിയെല്ലാം. ചമ്മന്തി ആക്കുന്നത് ഷോർട്സ് ആയിട്ട് ഇടാട്ടാ. സാധാരണ ചമ്മന്തി ആക്കും പോലെ തന്നെയാണ്. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. അമ്മ കൊറേ നാള് കാലിനും സുഖമില്ലാണ്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തേക്കാണ്ട് വീട്ടിന്റെ ഉള്ളിൽ തന്നെയാണ്. വീടിന് ഇടാട്ട് പോയാലും ആടെ ആയാലും അങ്ങനെ വീട്ടിന്റെ അകത്ത് തന്നെയാണ്. അപ്പൊ അമ്മേനെയും എപ്പോ അപ്പുറത്തെ അങ്ങോട്ട് പോകുമ്പോ നോക്കും, കൊറേ പോണോ അങ്ങോട്ട് കൊണ്ടുപോയോണ്ട് അതൊക്കെ കാണിച്ചോണ്ട്. ഞാനെന്താ വിചാരിച്ചു സത്യം എന്ന് വെച്ചാൽ ആ വായനശാല അങ്ങോട്ടാന്ന്, അല്ലാതെ ഈ വളുപ്പുന്നില്ല അങ്ങനെയാന്ന് വിചാരിച്ചിരുന്നു. ഞാനിട്ട് താഴോട്ട് കീയാൻ രുചി എന്നോട് പറഞ്ഞു, നിങ്ങളുടെ താഴോട്ട് പോകുന്നു. അപ്പൊ നമ്മളെ വളപ്പും അമ്മേന്റെ ചെറിയ കൃഷിയും അതെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാണ്. കുറച്ച് അമ്മക്ക് ഇങ്ങനെ കുറച്ച് റിലീഫ് ആവട്ടെ ചോദിച്ചു പുറത്തെല്ലാം കൂട്ടിട്ട് പോയിട്ട്. ഒരു സുഖം തോന്നുന്നു അങ്ങനെ പുറത്ത് പോകുമ്പോ. അതെ, ഇപ്പൊ കാലിനെല്ലാം എല്ലാം ഭേദായിട്ട് നല്ല വേർത്ത് അതെ എന്തായിട്ട് വിളിക്കണം ഭയങ്കര. പിന്നെ ഭേദായിട്ട് കുറച്ച് ഇപ്പൊ നടക്കാനും തുടങ്ങി. അപ്പൊ നല്ല ശ്രദ്ധിച്ച്, അത്രയും ശ്രദ്ധിച്ചാൽ കൂട്ടിട്ട് പോയിന്. എന്താ വെച്ചാല് മുന്നേ ഇങ്ങനെ മുട്ടിയിട്ട് കാലിനിങ്ങനെ നല്ലോണം ആയിട്ടുണ്ടായിന്. അപ്പൊ അതുകൊണ്ട് അത്രയും ശ്രദ്ധിച്ചിട്ട് കൂട്ടിപ്പോയി എല്ലാം കാണിച്ച് അമ്മേനെ കൊണ്ട് പച്ചക്കറിയെല്ലാം പറിപ്പിച്ച് അങ്ങനെ നോക്കുമ്പോ ആ ചെണ്ട് വലിയ നല്ല രസം. അപ്പൊ അതിന്റെ താഴെ അതിനെക്കാട്ടി നല്ലത് വലുതുണ്ട്, അതും കാണിച്ചു കൊടുത്തു കൊണ്ടേറ്റ്. അപ്പൊ നമ്മ ഓണത്തിന് നമുക്ക് എന്ത് പറഞ്ഞാല് മനസ്സ് ഒരു ഇതില്ലെങ്കിൽ ഇങ്ങനെയെല്ലാം കാണുമ്പോ ആ ഉണർവ് ഉണ്ടാവും മനസ്സിൽ. ഒരു കുള്ളര് ഒരു വേറെ ഒരു വെറൈറ്റി ചെണ്ട് വലിയത് അത് ഇപ്പം വിരിഞ്ഞത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട്. അതിന്റെ ചോപ്പും കൂടി അങ്ങനത്തെ കണ്ടിട്ട് ചോപ്പും കൂടി വേണമായിരുന്നു. ചോപ്പും കൂടി ഉണ്ടെങ്കിൽ നല്ല രസമുണ്ട്. അതിന് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതെല്ലാം നോക്കി നിന്നാൽ തന്നെ നമ്മുടെ മനസ്സ് നല്ല സന്തോഷം വരും. അപ്പൊ എന്തെങ്കിലും വെച്ചാൽ ചെറിയ ഇങ്ങനെ ഒരു എന്റെ ഒരു നേരം പോക്കാണ് അതെല്ലാം. അതൊത്തി നടലും അതെല്ലാം
പക്ഷെ നമ്മ എത്ര അധ്വാനിച്ചിട്ട് ഉണ്ടാക്കിയാലും അതിനനുസരിച്ച് ആവുന്നില്ല. ഇപ്പൊ അപ്പുറത്തെ സൈഡിൽ തന്നെ നമ്മ കൊറേ പയറെല്ലാം നട്ടിട്ടുണ്ടായിനി, അതെല്ലാം വാടിപ്പോലായി. പിന്നെ മത്തനാണെങ്കിൽ വലിയ ഇലയെല്ലാം ഒരുപാടായിട്ട് എല്ലാം എത്തിനി. എല്ലായിടത്തും എത്തി. ഇനി അതിനെന്താ കായ്ക്കാൻ എന്നാന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാ. മത്തന ചെറിയ മുടിയുണ്ട്, അതെല്ലാം കൊഴിഞ്ഞു പോകുന്നു. ഒന്നും അങ്ങനെ ഒരു ആവുന്നില്ല. അതുവരെ നട്ട 1 2 നമ്മൾ അങ്ങനെ പിടിക്കുന്നതാണ് നിറച്ച്. ഒരാളെല്ലാം നട്ടാൽ അതിന്റെ കണ്ണിക്കായിട്ട് പിടിക്കും. നമുക്ക് ഇനി ഇങ്ങനത്തെ ചേരല് മണ്ണായതുകൊണ്ടോന്ന് അറിയില്ല, പിടുത്തം കുറവ് മത്തനെല്ലാം. അതെ, അപ്പൊ നമ്മ നട്ടിട്ട് അതേപോലെ കിട്ടുമ്പോ നമുക്കൊരു സന്തോഷാണ്. നല്ല ഉഷാറായിട്ട് പിന്നെ അത് വാടിപ്പോവും, പിടിക്കാണ്ടിരിക്കുമ്പോ ഒരു സങ്കടാണ് കേട്ടാ. അപ്പൊ പിന്നെ നമ്മ വീട്ടിലാക്കുമ്പോ അങ്ങനെ വിഷം അടിച്ചിട്ട് അങ്ങനെ അധികം ഉണ്ടാക്കാനാവില്ലല്ലോ. നമ്മ അതുകൊണ്ട് തന്നെയല്ലേ വീട്ടില് നമുക്ക് ആവശ്യമില്ല ഉണ്ടാക്കുന്നത്. അതുകൊണ്ടല്ലേ വിഷം അടിക്കാത്ത പച്ചക്കറി കഴിക്കാന്ന് വിചാരിച്ചു. കൊറേ എന്തെല്ലോ നടുമ്പോ കുറച്ച് കിട്ടുമ്പോ നമുക്കൊരു ഉപ്പേരിക്ക് എല്ലാം കൂടി ഇപ്പൊ ഇന്ന് പറിച്ച് തന്നെ ഒരു 3 ദിവസത്തേക്ക് ഉപ്പേരിക്കായി കേട്ടാ. കൂമ്പ് ഇന്ന് വറുത്തു, പയറ് നാളെ വറുക്കാം, വെണ്ടയ്ക്കയും വൈനിക്കും വേണമെങ്കിൽ അടുത്ത ദിവസം വറുക്കാം. അങ്ങനെ കുറച്ച് കിട്ടുന്നുണ്ട്. അതിനാദ്യം പറിക്കാനും ആവും. സ്ഥലമുള്ളവരങ്ങനെ കുറേശ്ശെ നട്ടാല് ഗ്രോ ബാഗിൽ നടുന്നില്ല ഇപ്പൊ എല്ലാരും. ടെറസിന്റെ വീട്ടിൽ ആടിയുടെ ആയാലും സ്ഥലം ഇല്ലാത്തവരായാലും ഗ്രോ ബാഗിലെല്ലാം നട്ടിട്ട് കുറേ പച്ചക്കറിയെല്ലാം ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോ നമ്മളെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ചെറിയൊരു വസ്തുത വന്നതിന് ശേഷമില്ല നമ്മളെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.